ഹായ് ഹലോ, ഞാനിന്നൊരു അടിപൊളി എരിശ്ശേരിക്കറീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി 7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത വൻപയർ കഴുകി ഞാനൊരു കുക്കറിൻ്റെ അകത്തിട്ടു. അതിൻ്റെ അകത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മത്തനും കൂടെ ചേർത്ത് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആ മത്തനും പയറും കൂടെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ അതിൻ്റെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചൊരു സ്പൂണ് വെച്ചൊന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിലിന് പയറും മത്തനും കൂടെ വേവിച്ചെടുത്തു. അതിനുശേഷം ഒരു മിക്സീൻ്റെ ജാറെടുത്ത് അതിൽ കുറച്ച് തേങ്ങ ചിരകിയതും ഇട്ട് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം എടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അതായത് അരച്ചത് അധികം മുതിയണ്ട, ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്ത ശേഷം കുക്കറിൻ്റെ മൂട് തുറന്ന് അതിൻ്റെ അകത്ത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/2 സ്പൂണ് മുളക് പൊടിയും ചേർത്തു. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിന്. നിങ്ങൾക്ക് എരിവ് വേണ്ട പോലെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അതിനുശേഷം തേങ്ങ അരച്ചതും കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. നല്ലപോലെ ഇളക്കി നമ്മൾ എരിശ്ശേരിക്കറീൻ്റെ കഷ്ണങ്ങളെല്ലാം ഉടച്ച് നമ്മൾ ആവശ്യത്തിന് കുറുകേണ്ട വിധത്തിൽ കുറുകി വന്നിട്ടാകുമ്പോൾ ഉപ്പും എരിവും എല്ലാം നോക്കി അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് പച്ചക്കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇതുപോലെ ഇളക്കി മിക്സാക്കി നമ്മൾ ആവശ്യത്തിന് കുറുകിയിട്ടാകുമ്പോൾ കറി വാങ്ങി വെക്കുക. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു 3 സ്പൂണ് ചിരകിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ തേങ്ങയും കറിവേപ്പിലയും കൂടെ മൂത്ത് വരുമ്പം അത് നമ്മളെ കറീൻ്റെ അകത്തേക്ക് വറുത്തിട്ടിട്ട് നല്ലപോലെ ഇളക്കി ജോയിൻ്റാക്കിയാൽ നമ്മളെ സൂപ്പർ എരിശ്ശേരിക്കറി റെഡി. ഓക്കെ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി കറിയാണ്, സൂപ്പർ ടേസ്റ്റാണ് മമ്പയരും മത്തനും എരിശ്ശേരി. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. താങ്ക് യു.